എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല. 24 വർഷം പഠിച്ച എൻ്റെ മോള് അതിനിടയ്ക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. തിരുവനന്തപുരം പാലോട് കൊന്നമ്പുട് സ്വദേശിയായ ഇന്ദുജ എന്ന യുവതിയുടെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള ദുരൂഹത നിലനിൽക്കുകയാണ്. ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവായ ശശിധരനും സഹോദരനും വളരെയധികം സംശയങ്ങൾ പറയുകയാണ്. അവർക്ക് സംശയം ഉണ്ടാകാനിടയായ സാഹചര്യം 4 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ദുജയെ സ്വന്തം വീട്ടിൽ നിന്നും പാലോട് സ്വദേശിയായ അഭിജിത്ത് എന്ന ചെറുപ്പക്കാരൻ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും എല്ലാവരുടെയും ഇടപെടൽ കാരണം അവരുടെ വിവാഹം ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയും ചെയ്തു. പക്ഷേ ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ വിവാഹം ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസിനും വീട്ടുകാർക്കും അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്ന ഒരു ആരോപണം, കഴിഞ്ഞ 1 മാസങ്ങൾക്ക് മുമ്പ് ഇന്ദുജ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കവിളിലും ചെവിക്ക് പുറത്തുമൊക്കെ നിരവധിയായ പാടുകൾ കണ്ടു. എന്താണ് പാടുകൾ ഉണ്ടായെന്ന് അമ്മയും ബന്ധുക്കളും സഹോദരനും ചോദിച്ചപ്പോൾ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് വന്നിട്ട് പോയി ഈ ഇടയ്ക്ക് ആണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്, ഇതേപോലെ കുറച്ച് ഇഷ്യൂ ഉണ്ട്, എന്നെ കാണുമ്പോഴത്തേക്ക് പറയാം എന്നൊക്കെ പറഞ്ഞത്. അന്ന് വന്നപ്പോൾ മുഖത്ത് പാടോ അന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞമ്മ കൊച്ചച്ഛനൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോഴവർ പറഞ്ഞില്ല, ഒന്നും കുഴപ്പമില്ല, അവർ ചിരിച്ചങ്ങ് കളഞ്ഞ്. ലാസ്റ്റ് വിളിക്കാൻ മിനിങ്ങാന്നാണ് വിളിച്ചത്. മിനിങ്ങാന്ന് വിളിച്ചിട്ടാണ് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടൊക്കെയാണ് കോൾ വെറ്റ് ചെയ്തത്. സഹോദരനുമായുള്ള ഫോൺ വിളിയിൽ അഭിജിത്തുമായി നിരവധിയായ വിഷയങ്ങൾ ഉണ്ടെന്നും അത് നിന്നെ നേരിൽ കാണുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ദുജ ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ പറയുന്നത് ഒരിക്കലും അവൾ ആത്മഹത്യയിലേക്ക് പോകില്ല, അതിനുള്ള കാരണമില്ല, അവളെ കൊന്നതാണെന്ന നിലപാടിൽ തന്നെയാണ് സഹോദരനും അതുപോലെ പിതാവായ ശശിധരനും. ചെറുക്കൻ്റെ അമ്മയ്ക്ക് ഇത് വലിയ താല്പര്യമുള്ള കേസല്ല. എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല. 24 വർഷം പഠിച്ച എൻ്റെ മോള് അതിനിടയ്ക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യില്ല, അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയും ഇന്ന് അഭിജിത്തിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അജാസിനെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്താണ് അവരിലേക്ക് അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ ഭർത്താവായ അഭിജിത്ത് മൊഴി കൊടുത്തിരിക്കുന്നത് അജാസ് നിരന്തരമായി എൻ്റെ ഭാര്യയെ ആക്രമിക്കുമെന്നാണ്. ഒരാളുടെ ഭാര്യയെ എങ്ങനെയാണ് ഈ അജാസ് ആക്രമിക്കുന്നത് എന്നത് വളരെ ദുരൂഹമായി നിലനിൽക്കുകയാണ്. ഇവർ 3 പേരും സുഹൃത്തുക്കളാണ്, ഇവർ ഒരു സ്കൂളിൽ പഠിച്ചെന്നുള്ള തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസം മരണത്തിന് 2 ദിവസം മുമ്പ് കാറിൽ വെച്ച് അജാസ് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ശാരീരികമായി ആക്രമണം നടത്തി എന്നുള്ള ഒരു വിവരമാണ് പോലീസിനോട് അഭിജിത്തും അജാസും മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആളുകളെയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ചുമത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ തീർച്ചയായും വീട്ടുകാർക്ക് വലിയ സംശയങ്ങളുണ്ട്. അവരുടെ സംശയങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലേക്കാണ് പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വെളിവരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള മരണങ്ങൾ കേരളത്തിൽ അടക്കം കേരളത്തിൻ്റെ വിവിധ ജില്ലയിൽ കൊല്ലവും കരുനാഗപ്പള്ളിയും ഒക്കെ വലിയ കൂടുതലൊക്കെ സൃഷ്ടിച്ച പല വാർത്തകളും നമ്മൾ കണ്ടതാണ്. നവവധുവിനും അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന കുട്ടികൾക്കുമൊക്കെ അനുഭവം ഉണ്ടായത്. അത്തരത്തിലുള്ള അനുഭവമാണ് ഇവിടെ ഉണ്ടായത്. ജാതിപരമായ രീതിയിൽ വലിയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അഭിജിത്തിൻ്റെ മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന വിവരം ഈ ഇന്ദുജ തന്നെ പലപ്പോഴായി ഇന്ദുജയുടെ അമ്മയോടും സഹോദരനോടും പങ്കുവച്ചിരുന്നു. അവരുടെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഈ അഭിജിത്തിൻ്റെ മാതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പോലും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നുള്ള കണ്ടീഷനൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ വിവാഹം നടത്തി കൊടുക്കാൻ അമ്മ സമ്മതിച്ചത്. അപ്പോൾ ജാതിപരമായ അധിക്ഷേപങ്ങൾ നടത്തുകയും ശാരീരികമായും മാനസികമായും ഒക്കെ അവരെ ഇന്ദുജയെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരട്ടെ. തീർച്ചയായും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു യുവതിയാണ് ഈ ഇന്ദുജ. അവർക്കും വീട്ടുകാർക്ക് നീതി ലഭിച്ചേ മതിയാകൂ. ആ കുട്ടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെയധികം ഗുണകരമായ രീതിയിൽ നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്കെല്ലാം സേവനം ചെയ്യുന്ന മേഖലയായ നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്, സമൂഹത്തിന് നഷ്ടപ്പെട്ടത്. എന്തായാലും അതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അജാസ് എന്തിനാണ് ആ കുട്ടിയെ ആക്രമിച്ചതെന്നും അജാസും ഈ അഭിജിത്തും ഈ പറയുന്ന ഇന്ദുജയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഈ മരണത്തിലേക്കിടയാക്കിയ സാഹചര്യം എന്താണെന്നും ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ളതൊക്കെ തീർച്ചയായും ആ കുടുംബത്തിന് അറിയേണ്ടതുണ്ട്. ആ കുടുംബത്തിന് നീതി ലഭിക്കണം. തീർച്ചയായും അത്തരത്തിൽ നീതി ലഭിക്കാൻ ആവശ്യമായ നടപടികളും നിയമ സംവിധാനങ്ങൾ
നിയമ സംവിധാനങ്ങൾ അവർക്ക് കൊടുക്കും എന്ന പ്രതീക്ഷയിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.